ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പരിപ്പോ അധികം പച്ചക്കറികളോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ രുചികരമായിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാനാണെന്നുണ്ടെങ്കിലും വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും നമുക്ക് എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ സാമ്പാർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തക്കാളിയാണ്. അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു 2 തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിക്കൊപ്പം പിന്നെ ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു സവാളയും കൂടി. വലിയ സവാളയിൽ ഒരേ ഒരു സവാള മതിയാവും, അതും കൂടി. കൂടെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളകാണ് ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ പച്ചമുളക് തന്നെയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടിയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളം മതി കേട്ടോ, ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കുക്കറൊന്ന് അടച്ച് വെക്കാം. ഏകദേശം ഒരു 3 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു തവി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഇതെല്ലാം ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഈ തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ലതുപോലെ ഇതെല്ലാം പൊടിഞ്ഞ് വരികയാണ്. ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിലാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൽ നിന്ന് ഒരല്പം കൂടി കുറവായിട്ട് മുഴുവൻ ഉലുവയും കൂടി നമുക്കിതിന് പകരം ഉലുവ പൊടിയും ചേർക്കാവുന്നതാണ്. ഇതുപോലെ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ അതുപോലെ വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമുക്കിതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയുമാണ്. അതുപോലെ തന്നെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു 10-15ഓളം ചെറിയ ഉള്ളിയും കൂടി. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടണം. അതുവരെ മാത്രം ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം. പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴണ്ട് കിട്ടിക്കോളും. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ സാമ്പാർ പൗഡറും കൂടി. ഏത് സാമ്പാർ പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. വീട്ടിൽ തയ്യാറാക്കിയതാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഈ ഒരു അളവിലാണ് സാമ്പാർ പൊടി ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടിയും കൂടി. അതായത് നമ്മൾ ബജ്ജിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി എടുക്കില്ലേ കടലമാവ്, ആ സെയിം കടലപ്പൊടി തന്നെയാണ്. ഈ 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടി നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും, നല്ലൊരു കട്ടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ കടലപ്പൊടി എണ്ണയിലിട്ട് ഒരല്പസമയം ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. അല്ലാതെ നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും കടലമാവിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു സമയം തന്നെ നമ്മുടെ കടലപ്പൊടി എല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുത്തേക്കണം. ഫ്ലെയിം ഈ സമയം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം.
ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഈ തക്കാളിയും ഉള്ളിയുടെയും മിക്സൊക്കെയാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ടുണ്ടാകും നമ്മുടെ ഈ സാമ്പാർ. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയാണ്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രം കട്ടിക്കാണ് നമ്മുടെ ഈ സാമ്പാർ കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയം ഉപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 ടീസ്പൂൺ അളവിൽ പുളിവെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അത് ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ സാമ്പാറിനും ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയാണ്. നമ്മൾ ഈ 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പുളിവും എരിവും എല്ലാം നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ഫൈനലി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. നമ്മൾ സാധാരണ സാമ്പാർ തയ്യാറാക്കുന്നതിലും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്നതായിരിക്കും. ഏകദേശം ഒരു 10 മിനിറ്റ് ആകൂടി നമുക്ക് ഈ സാമ്പാർ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ഇതുവരെയും സാമ്പാർ ഇതുപോലെ ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.